ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക് അരീന. ഇന്ന് വിജയ് ഹസാരെ ട്രോഫിയിൽ നടന്ന തങ്ങളുടെ ആദ്യത്തെ മത്സരത്തിൽ കേരളത്തിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ബറോഡയാണ് കേരളത്തിനെ തോൽപ്പിച്ചിട്ടുള്ളത്. 62 റൺസിനാണ് ഇപ്പോൾ കേരളത്തിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ആദ്യം ബാറ്റ് ചെയ്തത് ബറോഡയായിരുന്നു. ഒരു കൂറ്റൻ സ്കോർ ഉയർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 50 ഓവറിൽ കേവലം 4 വിക്കറ്റ് നഷ്ടത്തിൽ 403 റൺസ് എന്ന ഒരു വലിയ ലക്ഷ്യമായിരുന്നു അവർ എടുത്തിരുന്നത്. ബറോഡയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടി തിളങ്ങിയത് നിനാദ് റത്വയാണ്. അദ്ദേഹം സെഞ്ചുറി നേടി. 99 പന്തുകളിൽ നിന്ന് 136 റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. 19 ഫോറുകളും 3 സിക്സറുകളും സ്വന്തമാക്കാൻ റത്വക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാർത്ത് കോഹ്ലി മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. 87 പന്തുകളിൽ നിന്നും 72 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ക്യാപ്റ്റൻ കൃണാൽ പാണ്ഡ്യ ഗംഭീര പ്രകടനമാണ് ബറോഡയ്ക്ക് വേണ്ടി പുറത്തെടുത്തിട്ടുള്ളത്. 54 പന്തുകളിൽ നിന്ന് 80 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോളങ്കി 46 റൺസ് എടുത്തു. അതോടൊപ്പം തന്നെ ബാനു പാനിയ 37 റൺസ്, കേവലം 15 പന്തുകളിൽ നിന്ന് 37 റൺസ് എടുത്തു. അങ്ങനെ എല്ലാവരും മിന്നിയപ്പോൾ 403 എന്ന ഒരു സ്കോറിലേക്ക് എത്താൻ ബറോഡയ്ക്ക് സാധിക്കുകയായിരുന്നു. കേരളത്തിന്റെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഒട്ടുമിക്ക താരങ്ങളും മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഈഡൻ ആപ്പിൾ ആണെങ്കിലും ബേസിൽ തമ്പി ആണെങ്കിലും ഒക്കെ മോശം പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കേരളത്തിന്റെ ആ ഒരു ബാറ്റിംഗ് ലൈനപ്പിലേക്ക് വരുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് വിക്കറ്റ് കീപ്പറായ മുഹമ്മദ് അസ്ഹറുദ്ദീനാണ്. അദ്ദേഹം സെഞ്ചുറി നേടിയിട്ടുണ്ട്. അത് വിഫലമാവുകയാണ് ചെയ്തിട്ടുള്ളത്. 58 പന്തുകളിൽ നിന്ന് 104 റൺസ് നേടാൻ അസ്ഹറുദ്ദീന് കഴിഞ്ഞു. 8 ഫോറുകളും 7 സിക്സറുകളും അടക്കം ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പക്ഷേ വിജയിക്കാൻ സാധിക്കാതെ പോയത് നിരാശ നൽകിയ കാര്യമാണ്. രോഹൻ കുന്നുമേൽ 50 പന്തുകളിൽ നിന്ന് 65 റൺസ് എടുത്തു. അഹമ്മദ് ഇമ്രാൻ 52 പന്തുകളിൽ നിന്ന് 51 റൺസ് എടുത്തു. ക്യാപ്റ്റൻ സൽമാൻ നിസാർ നിരാശപ്പെടുത്തുകയായിരുന്നു. അതേസമയം ബാക്കിയുള്ള താരങ്ങൾക്കാർക്കും തന്നെ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കേരളത്തിന്റെ ഒരു ഇന്നിങ്സ് 341 റൺസിന് അവസാനിക്കുകയായിരുന്നു. അങ്ങനെ 62 റൺസിന്റെ ഒരു വിജയമാണ് ബറോഡ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടു എന്നത് തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം നിരാശ നൽകുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ കേരളത്തിന്റെ അടുത്ത മത്സരം അവർ കളിക്കുക മധ്യപ്രദേശിനെതിരെയാണ്. ഡിസംബർ 26 തീയതിയാണ് ഈ ഒരു മത്സരം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.